ഉത്സവങ്ങളിൽ ആനയെ കുറയ്ക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ആനയ്ക്ക് പകരം ജീവത, രഥം, ദേവവാഹനം എന്നിവയാണ് പരിഗണിക്കുന്നത്. തന്ത്രി സമൂഹത്തിന്റെ അഭിപ്രായം തേടാൻ 24 യോഗം ചേരും. പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ആനയാകാം, പറയെടുപ്പിന് ആന വേണ്ട എന്നാണ് അഭിപ്രായം. പ്രശാന്ത് കൃഷ്ണപുരങ്ങളുമായി. പ്രശാന്ത്, പുതിയ ദിശയിലെ ഒരു ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. അതേസമയം തന്നെ ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായി ആന എഴുന്നള്ളത്തൊക്കെ ഉള്ളത്, അതേക്കുറിച്ച് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനത്തിന് എതിരെ സുപ്രീം കോടതി ഇപ്പോൾ നിലപാട് എടുക്കുന്നുണ്ട്. ആന എഴുന്നള്ളത്തുൾപ്പെടെ ആകാം എന്ന നിലയിലാണ് സുപ്രീം കോടതിയുടെ നിലപാടും വരുന്നത്. ദേവസ്വം ബോർഡ് ഈ സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ആലോചിക്കുന്നത്? ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഒരു വിധി സ്റ്റേ ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചിരുന്നു. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആന എഴുന്നള്ളത്ത്, ആനയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമായും തന്ത്രി സമൂഹത്തിന്റെ അഭിപ്രായം ബോർഡിന് അറിയേണ്ടതുണ്ട്. ഈ മാസം 24-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും അഖില കേരള തന്ത്രി സമാജം, തന്ത്രി വിദ്യാപീഠം, താഴേമൺ മഠം, ഈ 3 പ്രധാനപ്പെട്ട തന്ത്രി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം സ്വീകരിക്കാനാണ് ബോർഡ്, തീരുമാനത്തിലേക്ക് എത്താനാണ് ബോർഡ് ആലോചിക്കുന്നത്. ഏതായാലും ബോർഡിൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളത്താകാം, ആനയെ ഉപയോഗിക്കാം എന്നതാണ്. അതേസമയം തന്നെ ഈ വെയിലുള്ള സമയത്ത് ആന എഴുന്നള്ളത്ത് ഒഴിവാക്കണം. അതുപോലെ സ്ഥലപരിമിതി ഉള്ളിടത്ത് ആന എഴുന്നള്ളത്ത് പാടില്ല, ആനയുടെ എണ്ണം കുറയ്ക്കണം. ഇത്തരം നിലപാടുകളും ബോർഡ് എടുത്തിട്ടുണ്ട്. പകരം മറ്റ് പറയെടുപ്പ് പോലുള്ള പറയെടുപ്പ്, നവാഹം, സപ്താഹം എന്നിവയൊക്കെ നടക്കുമ്പോൾ ബോർഡിൻ്റെ 1300ഓളം ക്ഷേത്രങ്ങളിൽ തന്നെ പലയിടത്തും മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ആനയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം. അതിന് പകരമായി ജീവത, രഥം, അതുപോലെ തന്നെ അതാത് ക്ഷേത്രങ്ങളിൽ ഏതാണോ ദേവൻ അല്ലെങ്കിൽ ദേവത, ആ ദേവതയുടെയും ദേവന്റെയും വാഹനം ഏതാണ് അത് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ തന്ത്രി സമൂഹത്തിന്റെ ഒരു അംഗീകാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നടപ്പിലാകും. ശരി, ദേവസ്വം ബോർഡിന്റെ പുതിയ ദിശയിലെ ആലോചനയാണ്. അക്കാര്യത്തിൽ തന്ത്രി സമൂഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനം. പ്രശാന്ത് കൃഷ്ണയാണ് ആ വിവരങ്ങൾ നൽകിയത്.